അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 3-ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമത്ത് തജ്വീദി വർക്ക് ബുക്കിന്റെയും 11-ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അൽ ഇദ്ഗാമു ബിഗുന്ന, രണ്ടാം ഭാഗം. ഇദ്ഗാം ബിഗുന്നയുടെ രണ്ടാം ഭാഗം അഥവാ ഒന്നാം ഭാഗം നമ്മൾ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചു. അതായത് സാക്കിനായ നൂനിന് ശേഷം യാ, വാവ്, മീമ്, നൂന് എന്നീ അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. ഉന്നത്തോട് ഇദ്ഗാം ചെയ്യണമെന്നർത്ഥം. ഒരക്ഷരത്തെ അതിന് ശേഷമുള്ള അക്ഷരത്തെ ചേർത്ത് ഷദ്ദുള്ള ഒരു അക്ഷരമായി ഉച്ചരിക്കുന്നതാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. എന്നാൽ ഈ പാഠത്തിലൂടെ പറയുന്നത് തൻവീനിന് ശേഷം യാ, വാവ്, മീമ്, നൂന് എന്നീ അക്ഷരങ്ങൾ ഒന്ന് വന്നാൽ ഇവിടെയും ഇദ്ഗാം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പേരൻസിനും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്താം. നമുക്ക് വായിക്കാം. യൂമിനു എന്നതിലെ 4 അക്ഷരങ്ങളിലൊന്ന് സാക്കിന നൂനിന്റെ ശേഷം വന്നാൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യണമെന്ന് നാം പഠിച്ചുവല്ലോ. തൻവീനിന് ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ തൻവീനിനെയും ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഇദ്ഗാം ബിഗുന്ന പരിശീലിക്കാം. ബഖറ സൂറത്തിലെ 26-ാമത്തെ ആയത്ത്. ഇവിടെ മസലമ്മ തൻവീന് ശേഷം മീം വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന ചെയ്യേണ്ടതാണ്. വാഷിയ സൂറത്ത് 8-ാമത്തെ ആയത്ത്. ഇവിടെ യൗമ ഇദിന്ന തൻവീന് ശേഷം നൂൻ വന്നത് കൊണ്ട് ഇദ്ഗാം ബിഗുന്ന. ഫീഹി ളുലുമാത്തുൻ വറഅദുൻ വബർഖ്. ബഖറ സൂറത്തിലെ 19-ാമത്തെ ആയത്ത്. വറഅദുൻ തൻവീന് ശേഷം വാവ് വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ബഖറയിലെ 285-ാമത്തെ ആയത്ത്. സിനത്തുൻ തൻവീന് ശേഷം വാവ് വന്നു. അലം നഖ്ലുക്കും മിൻ മാഇൻ മഹീൻ തൻവീന് ശേഷം മീം വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ബഖറ സൂറത്തിലെ 255-ാമത്തെ ആയത്താണ്. മുർസലാത്ത് സൂറത്തിലെ 20-ാമത്തെ ആയത്ത്. ഫീഹാ സുറുറും മർഫൂഅ. വാഷിയയിലെ 13-ാമത്തെ ആയത്ത്. ഇവിടെ സുറുറും മർഫൂഅ തൻവീന് ശേഷം മീം വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ. സാക്കിനു ശേഷം മീം വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. വാക്കിയയിലെ 18-ാമത്തെ ആയത്ത്. ഉജൂഹുൻ യൗമഇദിൻ നാളിറ. ഖിയാമയിലെ 22-ാമത്തെ ആയത്ത്. ഇവിടെ യൗമഇദിന്ന തൻവീന് ശേഷം നൂൻ വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്നയാണ്. ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ തൻവീന് ശേഷം മീം വന്നു. വകഅസിൻ മിൻ അവിടെയും ഇദ്ഗാം ബിഗുന്നയാണ്. യൗമ തർജുഫുൽ അർളു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബം മഹീല. കസീബം തൻവീന് ശേഷം മീം വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ഖൈറൻ തൻവീന് ശേഷം യാ വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന ചെയ്യേണ്ടതാണ്. ദഫ്തർ തല അഥവാ വർക്ക് ബുക്ക് നോക്കുന്ന ദിബാത്തുകൾ ചെയ്യുക. 1 അൽ ഖിറാഅത്ത് വൽ ഹിഫ്ള്. അതിലൊന്ന് നഖറ സൂറത്ത് തഹ്രീം വൽ മുൽക്ക് വൽ ഖലം വനക്തശിഫു മിൻഹാ മവാളിഅ അൽ ഇദ്ഗാം ബിഗുന്ന. തഹ്രീം സൂറത്തും മുൽക്ക് സൂറത്തും ഖലം സൂറത്തൊക്കെ പാരായണം ചെയ്തിട്ട് അവയിലെ ഇദ്ഗാം ബിഗുന്നയുടെ സ്ഥലങ്ങൾ നോക്കി ആണ് പാരായണം ചെയ്യേണ്ടത്. 2 നഹ്ഫൽ സൂറത്ത് തീനി വൽ അദ്കാർ. തീന് സൂറത്ത് അഥവാ വത്തീൻ വസൈത്തൂൻ എന്ന സൂറത്തും മറ്റു ദിക്റുകളൊക്കെ കാണാതെ പഠിക്കുക. അല്ലാഹുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്കതിൻ്റെ വർക്ക് വായിക്കാം. 1 നക്തശിഫു മവാളിഅ അൽ ഇദ്ഗാം ബിഗുന്ന. താഴെ പറയുന്ന ആയത്തുകൾ ഇദ്ഗാം ബിഗുന്നയുടെ സ്ഥലങ്ങൾ കണ്ടെത്താം. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഇവിടെ വിൽദാനും തൻവീന് ശേഷം മീം വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ. ബിഅക്വാബിൻ തൻവീന് ശേഷം വാവ് വന്നു. വകഅസിൻ മിൻ തൻവീന് ശേഷം മീം വന്നു. മിൻ മഈൻ നൂനിന് ശേഷം മീം വന്നു. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ.
ഫാക്കിഹത്തിമ്മ തൻവീന് ശേഷം മീം വന്നു. വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മ തൻവീന് ശേഷം മീം വന്നു. വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. لا يسمعون فيها لغوا ولا تأثيما لغوا تنوين ശേഷം വാവ് വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخلود തൻവീൻ ശേഷം മീം വന്നു. وطلح منضود അവിടെയും തൻവീൻ ശേഷം മീം വന്നു. വളില്ലിം മംദൂദ് തൻവീന് ശേഷം മീം വന്നു. വമാഇം മസ്കൂബ തൻവീന് ശേഷം മീം വന്നു. ഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ ലാ മഖ്തൂഅത്തിൻ വലാ തൻവീന് ശേഷം മാ വന്നു. വഫുറുശിൻ മർഫൂഅ തൻവീന് ശേഷം മീം വന്നു. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉർബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ സുല്ലത്തും മിനൽ അവ്വലീൻ തൻവീന് ശേഷം മീം വന്നു. സുല്ലത്തും മി വസുല്ലത്തും മിനൽ ആഖിരീൻ തൻവീന് ശേഷം മീം വന്നു. വാക്യ സൂറത്തിലെ 17 മുതൽ 40 ആയത്തുകളാണ്. ഇതിൽ യാ വാവ് മീമ് നൂന് എന്നീ അക്ഷരങ്ങൾ ഒന്നിന് ശേഷം യാ വാവ് മീമ് നൂന് എന്നീ അക്ഷരങ്ങൾ ഒന്ന് സാക്കിനായി നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം വന്നാൽ അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. രണ്ടാമത്തെ വർക്ക് നഅ്തി ബിമിസാലൈനിൽ ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം ബിഗുന്നക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. താഴെ കൊടുത്ത കോളത്തിൽ നൂന് സാക്കിന സാക്കിനായ നൂനിന് ശേഷം വാവ് യാ നൂന് മീമ് എന്നീ അക്ഷരങ്ങൾക്ക് ഓരോന്നിനും 2 ഉദാഹരണം. വാവിന് മിൻ വറാഇഹിം മിൻ വലിയിൻ അതിൽ തൻവീന് ബിഅക്വാബിൻ വഅബാരിഖ ലഗ്വൻ വല നിയാഇന് വമൻ യക്ഫുർ ലിമൻ യുഖ്തൽ അതിൽ തൻവീന് ശേഷം ഉജൂഹുൻ യൗമഇദിൻ റജുലുൻ യസ്അ. ഇനി നൂനിന് ശേഷം ഐ സാക്കിന നൂനിന് ശേഷം നൂൻ വന്നതിന് ഐ യുകഫിറ വലൻ നുശ്രിക അതിന് ശേഷം തൻവീൻ വന്നതിന് യൗമഇദിൻ നാഇമ വലൻ നുശ്രിക സാക്കിന നൂനിന് ശേഷം നൂൻ വന്നതിന് ഉദാഹരണം യൗമഇദിൻ നാളിറ. ഇനി സാക്കിനു ശേഷം മീം വന്നതിന് മിമ്മഈൻ മിമ്മാഇൻ തൻവീന് ശേഷം മീം വന്നതിന് വകൗസിം മിൻ വഫാകിഹത്തിൻ മിമ്മാ. അല്ലാഹു തആല ഇദ്ഗാം ബിഗുന്നയുടെ എല്ലാ അക്ഷരങ്ങളും മനസ്സിലാക്കി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.